സോഫിയ കലാമണ്ഡലം സൃഷ്ടിയാണല്ലേ? എത്ര വർഷം പഠിച്ചു അവിടെ? 4 വർഷം. 4 വർഷം. 4 വർഷം ഡിപ്ലോമ എടുത്ത ശേഷം പിന്നെ 1 വർഷം ഗ്രാജുവേഷൻ മോഹിനിയാട്ടം. ഓക്കെ. അപ്പോൾ സിനിമയില് കലാമണ്ഡലത്തിൽ നിന്ന് വന്ന ശേഷം സീരിയൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഏതാണ് ആദ്യം ചെയ്ത സീരിയൽ? ആദ്യം ചെയ്തത് അംഗപ്പുറപ്പാടെന്ന് പറഞ്ഞിട്ട് ദൂരദർശനിലൊരു സീരിയൽ. ഏത് വർഷമായിരുന്നു? വർഷം 97. അപ്പൊ അങ്ങനെ യാദർച്ഛ്യമായിട്ട് സിനിമയിൽ വന്നു. അങ്ങനെ എത്ര സിനിമകൾ ചെയ്തു? സിനിമകൾ വളരെ കുറവാണ്, സീരിയൽസ് ആണ് പിന്നെയും ചെയ്തിട്ടുള്ളത്. ഹിറ്റായിട്ടുള്ള സീരിയൽ ഏതാണ്? സീരിയല് സ്വരരാഗം എന്ന് പറഞ്ഞിട്ട്. ഏത് ചാനലാണ്? ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിലെ. അത് കലാമണ്ഡലത്തിൽ നിന്ന് വന്ന ശേഷം ഉടനെ ചെയ്ത സീരിയലാണ്. അതില് ഹീറോയിൻ ആയിരുന്നു. അതിനുശേഷം അവർ ബിലൗഡ് പപ്പ എന്ന് പറഞ്ഞിട്ട് ലാലു അലക്സേട്ടന്റെ കൂടെ ഒരു സീരിയല് സൂര്യ ടിവിയിൽ. അത് കഴിഞ്ഞിട്ട് കുമരൻ സാറിന്റെ മൂവി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആണ് US ഒരു പ്രോഗ്രാമിന് പോയത്. അപ്പോഴാണ് സുദീപ് കണ്ടത്. സുദീപ് അങ്ങനല്ല, വേറെ ഏതോ ഒരു സിനിമയുടെ ലൊക്കേഷൻ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാനേ കണ്ടുള്ളൂ. ഓ, അത് ശരി. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി മാത്രമേ കണ്ടുള്ളല്ലേ? അതാ പറഞ്ഞു, മിണ്ടരുത് കേട്ടോ. പൗർണമി എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു പാട്ടുണ്ടല്ലോ. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. സോ ബ്യൂട്ടിഫുൾ. നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ മൂവ്മെന്റ്. ഇന്നലത്തെ എപ്പിസോഡിലെ കഥ നമുക്കിവിടെ തുടരാം. അതായത് ആദ്യമായിട്ട് ഒരു സിനിമാ സെറ്റില് കണ്ടുമുട്ടുന്നു. ഈ നായകന്റെ സഹോദരിയെ പെണ്ണ് കാണുന്ന രംഗമാണ്. അപ്പൊ ഞാൻ പ്രൊഡ്യൂസറുടെ ചോദിച്ചു, ഇതാരാ? പുതിയൊരു ആർട്ടിസ്റ്റാണ്, ഡാൻസറാണ്, കലാമണ്ഡലത്തിലൊക്കെ പഠിച്ച ഒരു കുട്ടിയാണെന്ന്. കൊള്ളാമല്ലോ, ഒന്ന് ഒരൊറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു. സത്യത്തിൽ അവിടെ ഷൂട്ടിംഗ് ആണ് നടന്നത്, പക്ഷെ പെണ്ണ് കണ്ടത് ഞാനാ. പിന്നെ ശരിക്കും എങ്ങനെയാ സംഭവിച്ചത്? അപ്പൊ എന്നെ അറിയില്ല, കണ്ടിട്ടില്ല. പിന്നീട് 2-3 വർഷം കഴിഞ്ഞിട്ട് ഒരു എൻ്റെ ആദ്യത്തെ US പ്രോഗ്രാം വിസ എടുക്കാൻ വേണ്ടി ചെന്നൈയിൽ കോൺസുലേറ്റിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ചെന്നൈയിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, നേരിട്ട് സംസാരിക്കുന്നത് ഞങ്ങൾ. അല്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എന്തായിരുന്നു? എനിക്ക് മനസ്സിലായില്ല ആരാണ്, ആ ആളാണെന്ന് എനിക്ക് അറിയില്ല. മനസ്സിലായില്ല. ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവർക്കും വിസ കിട്ടി, ഞങ്ങൾ പ്രോഗ്രാമിന് പോയി. പ്രോഗ്രാം 1.5 മാസത്തോളം പ്രോഗ്രാം. 12 അവിടെ ഒന്നും സംസാരിച്ചില്ല. അവിടെ പിന്നെ സംസാരിക്കാണല്ലോ, ഭയങ്കര സംസാരമാണല്ലോ. അങ്ങനല്ല, അങ്ങനെ ഞങ്ങള് വലിയ ഫ്രണ്ട്സായി. ആ ഒരു പ്രോഗ്രാമോടുകൂടി ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. പറഞ്ഞില്ലേ ഞാൻ അന്ന് കണ്ടു? അപ്പോഴും അറിയുന്നില്ല. ആ ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞു. സോഫിയുടെ അമ്മയുണ്ട് കൂടെ ആ പ്രോഗ്രാമിന് വരുമ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും ഫോൺ വിളിക്കും, വല്ലപ്പോഴും മെസ്സേജ് ചെയ്യും. അങ്ങനെ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ വെച്ച് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ? ഇല്ല. ഇല്ല. അന്ന് അങ്ങനെ ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ഗിഫ്റ്റ് ചേട്ടാ, എന്തെങ്കിലും ഒരു ചെറിയ താല്പര്യം കാണിച്ചാലേ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അന്നേ പിശുക്കനല്ലേ? ഇപ്പൊ ഇഷ്ടം പോലെ താല്പര്യം കാണിക്കുന്നുണ്ട്, പക്ഷെ ഗിഫ്റ്റ് കുറവാണ്. കൊറോണയല്ലേ, പരിപാടിയൊന്നുമില്ല. എന്നിട്ട് അങ്ങനെ അന്ന് ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടായി എന്നുള്ളതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദത്തിനപ്പുറമൊന്നുമില്ല. പിന്നെ അത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അന്ന് അഥവാ അങ്ങനെ ഇഷ്ടം തോന്നിയാലും പ്രാക്ടിക്കലായിട്ട് നടക്കൂല എന്നൊരു ചിന്ത കൂടെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ഇന്റർകാസ്റ്റ് അല്ലേ? അതെ, ഞങ്ങൾ 2 മത വിഭാഗത്തിൽപ്പെട്ട ആളുകൊണ്ട് അങ്ങനെ ചിന്തിച്ചില്ല. പിന്നെ പക്ഷെ നാട്ടിൽ വന്ന് ഞങ്ങൾ വളരെ കാലം, 1 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ ഫോണിലൊക്കെ സംസാരിക്കും. വലിയ കൂട്ടുകാരെ ആ സമയത്ത് നല്ല ഫ്രണ്ട്സാണ്. അപ്പം നല്ല കൂട്ടായി ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. ഒരേപോലെ തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കാദ്യം തോന്നി എന്നുള്ളതൊക്കെ ഒരു ആരാദ്യം പറയും പറയാതിനി വയ്യ, പറയാനും വയ്യ. ആ അവസ്ഥയിലെത്താണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നീ പറ, വേണ്ട നീ പറ. വേറൊരു രസം കൂടെ ഉണ്ട്.
ആദ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും അങ്ങനെയല്ല. അന്ന് SMS ആണല്ലോ. അതെ, SMS-ലൂടെ ഞങ്ങൾ സംസാരിക്കുന്നു. പക്ഷെ അത് ഒരിക്കൽ പോലും ഒരു സെന്റൻസ് അല്ല, ഏതെങ്കിലും പാട്ടിന്റെ വരിയായിരിക്കും. രാവിലെ ഉണരുണരു ഉണ്ണിപ്പൂവേ എന്നായിരിക്കും ഒരു മെസ്സേജ്. ഓ, ഭയങ്കര അല്ല അത്രയും മതി. ആ ദിവസം ധന്യമായി അല്ലേ? സോഫി എന്താ പറയുന്നു? അല്ല, അപ്പൊ സോഫി എന്താ ചോദിച്ചു? അല്ലെ, ഉണരുണരു ഉണ്ണിപ്പൂവേ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ്, അതിന് മുമ്പ് വേറെ മെസ്സേജ് ഞാൻ ഏതൊക്കെയോ പാട്ടുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ ഉണരുണരു ഉണ്ണിപ്പൂവേ എന്നൊരു ദിവസം എനിക്ക് അയച്ചു. അപ്പൊ ഞാൻ അതിന് മറുപടി അയച്ചെന്നറിയോ? ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. അങ്ങനെ ഒരു വർഷത്തോളം ഞങ്ങൾ അങ്ങനെ വരികൾ എഴുതി. അല്ല, ഒരു 5-6 മാസമായിരിക്കാം. പിന്നെ എപ്പോഴോ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ ആ സമയത്ത് തന്നെ നല്ല സൗഹൃദത്തിലാണ്. എൻ്റെ അച്ഛനും അമ്മയും സോഫിയുടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് വലിയ ഫ്രണ്ട്സാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ എതിർപ്പല്ല പ്രശ്നം, ആശങ്കയാണ്. കാര്യം ഇത് എങ്ങനെ വരും, കുടുംബങ്ങൾ തമ്മിൽ മറ്റു ബന്ധുക്കളുടെ താല്പര്യം, ഇതൊക്കെ വന്ന് അങ്ങനെ അവസാനം അമ്പലത്തിൽ വെച്ചാണോ അതോ പള്ളി വെച്ചാണോ? അമ്പലത്തിലും പള്ളിയിലും അല്ല, കോട്ടയത്ത് സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചു. എന്തായാലും നല്ലൊരു അഭിനേത്രിയാണ്, എക്സലന്റ് ഡാൻസർ, ടീച്ചറാണ്, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു പാട്ട് പാടിയിട്ട് ഒരു 2-3 മുദ്രകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഞങ്ങളുടെ സാധാരണ പ്രേക്ഷകർ. പ്രേമോദാരനായി അണയൂ നാഥ, പ്രേമോദാരനായി അണയൂ നാഥ, പനിനിലാവലയിൽ ഒഴുകുമീ അനഘരാസരാത്രി ലയപൂർണമായിതാ, പ്രേമോദാരനായി അണയൂ നാഥ. അപ്പോൾ നിങ്ങളൊരു പാക്കേജാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഒരു പ്രോഗ്രാം വിളിച്ചു കഴിഞ്ഞാൽ പാട്ടുകാരൻ അത്യാവശ്യത്തിന് പാടും, ഡാൻസ് എന്ന് വേണ്ട, കൂടുതലൊന്നും വേണ്ട, ഒരു കുടുംബത്തൊക്കെ കൊണ്ടുപോയാൽ മതി അല്ലേ? കുട്ടികള് പാടുവോ അതോ ഡാൻസ് ആണോ? ഡാൻസ് ആണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. പിള്ളേരെല്ലാം ഇപ്പോഴേ മറ്റേ എന്താണ് ചെത്തായിട്ട് ഡാൻസ് ചെയ്യും, മറ്റേ ഡിസ്കോയും അതും ഇതും എല്ലാ സ്റ്റൈലും ചെയ്യും.